ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കടച്ചക്ക കൊണ്ടുള്ള ഒരു തോരനാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു കടച്ചക്ക എടുത്ത് ചെത്തി തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കറ പോകാനാണേ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്ലാക്ക് കളറായിട്ട് മാറും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ വെള്ളത്തിലിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതൊന്നെടുത്ത് ചെറുതാക്കി അരിഞ്ഞ് നല്ല നൈസായിട്ട് ഈർക്കിലി പോലെ ഒന്ന് അരിഞ്ഞെടുത്ത് ഒന്നും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വാരി ഞാനൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം മഴക്കാലത്ത് എല്ലാവരുടെയും വീട്ടിലല്ല എല്ലായിടത്തും ഒക്കെ ഇപ്പം കടച്ചക്കയുടെ സീസണാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഒരു സവോളയും ഒരു പച്ചമുളകും, 1-2 പച്ചമുളകും മാത്രം കേട്ടോ. പിന്നെ വേണ്ടത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മാത്രമാണേ. പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ മെയിനായിട്ട് വരുന്ന ഒരു ഇൻഗ്രീഡിയൻസാണ് പെരിഞ്ജീരകം. പെരിഞ്ജീരകം പച്ചക്ക് അരച്ചാലും ടേസ്റ്റാണ്. ഞാനിത് വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഇത് പെരിഞ്ജീരകം പെട്ടെന്ന് പൂത്ത് പോകുന്നതുകൊണ്ട് ഞാനിത് വറുത്ത് പൊടിച്ച് വെച്ചേക്കും കേട്ടോ. ഇത് തന്നെയാണ് ഏറ്റവും നന്നായിട്ട് ഫ്ലേവർ കിട്ടുന്ന സാധനം കേട്ടോ, ഇതിന് പെരിഞ്ജീരകം. അത് ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുക കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ടേ. കറിവേപ്പില ഇട്ടിട്ടില്ല, മഴയൊക്കെ ആയതുകൊണ്ട് കറിവേപ്പില പറിക്കാൻ പോകാൻ മടിയായിരുന്നു കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് ആ പെരിഞ്ജീരകം പൊടിയും തേങ്ങയും കൂടെ ഒന്ന് തിരുമ്മി പാലൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണേ. അതേ നേരം ഒന്ന് വഴറ്റണ്ട, ഒന്ന് ജസ്റ്റ് 1-2 പ്രാവശ്യം വഴറ്റിയാൽ മതി. അതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്ക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തട്ടിപ്പത്തി വെക്കുക കേട്ടോ. അപ്പം വീഡിയോ കണ്ടിരിക്കുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല് കേട്ടോ. ഇപ്പം ഞാൻ തട്ടിപ്പൊത്തി വെച്ചു. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇട്ടിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇടുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ആവി വരുമ്പോഴത്തേക്കും ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് പിന്നെ അപ്പോഴത്തേക്കും പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. 1-2 ആവിക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനത് സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് ചിക്കിയൊക്കെ തോർത്തി അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല ഹെൽത്തി ആയ തോരനാണ്, വെറൈറ്റി ആയ തോരനാണ്. മഴക്കാലത്ത് മാത്രമാണല്ലോ കടച്ചക്ക കിട്ടുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.